ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിജോ വർഗീസ്. വെൽക്കം ബാക്ക് ടു ഫൈനാൻഷ്യൽ സർവർ. ഇന്നത്തേത് ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. ഇന്ത്യയിൽ ടോപ്പായി നിൽക്കുന്ന രണ്ട് പ്ലാനുകളാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ICICI ലംബാർഡിന്റെ എലിവേറ്റ് എന്ന പ്ലാനും മണിപ്പാൽ സിഗ്നയുടെ സർവ എന്ന പ്ലാനും. ഈ രണ്ട് പ്ലാനുകൾ കമ്പയർ ചെയ്യാനുള്ള കാരണം രണ്ട് പ്ലാനിലും ഉള്ളത് റൈഡേഴ്സിന്റെ ഒരു പെരുമഴ തന്നെയാണ്. പലരും പറയാറുണ്ട് ഇൻബിൽറ്റ് ഫീച്ചേഴ്സ് ഉള്ള പോളിസികളാണ് വളരെ നല്ലതെന്ന്. എന്നാൽ അങ്ങനെയല്ല, റൈഡേഴ്സ് കൂടുതലുള്ള പോളിസികളാണ് വളരെ നല്ലത്. കാരണം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ പണം നൽകിയാൽ മതിയാവുന്നതാണ്. നമ്മളൊരു കേക്ക് പറഞ്ഞുണ്ടാക്കുന്നത് പോലെയാണ്. നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ അതിലുണ്ടാവുകയുള്ളൂ. അതിനുപരിയായി ആവശ്യമില്ലാത്തവ നമുക്ക് ഒഴിവാക്കാനും കഴിയുന്നതാണ്. മണിപ്പാൽ സിഗ്ന സർവ പ്ലാനിൽ 3 വേരിയന്റ് ആണ് ഉള്ളത്: ഉത്തം, പരം, പ്രഥം. ഇതിൽ പ്രഥം എന്നുള്ളത് ക്രിട്ടിക്കലിനെസ് കവർ ചെയ്യുന്ന ഒരു വേരിയന്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ അത് പ്രതിപാദിക്കുന്നില്ല. എന്തെല്ലാമാണ് ഈ പ്ലാനുകൾ തമ്മിലുള്ള ഡിഫറൻസ്, സിമിലാരിറ്റീസ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതൊരു ജസ്റ്റ് കമ്പാരിസൺ വീഡിയോ മാത്രമാണ്. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയി അറിയണമെങ്കിൽ ഞാൻ ഇതേക്കുറിച്ച് ചെയ്ത വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ICICI ലംബാർഡ് എലിവേറ്റ് പ്ലാനിനെ ശ്രദ്ധേയമാക്കുന്ന പ്രധാന USP അഥവാ യൂണിക് സെല്ലിംഗ് പോയിന്റ് എന്നത് പവർ ബൂസ്റ്റർ റൈഡർ ആണ്. ഇതിൻ പ്രകാരം നിങ്ങളുടെ സം ഇൻഷുർഡ് ഓരോ വർഷവും ഇരട്ടിച്ചുകൊണ്ടിരിക്കും. ഓരോ വർഷവും ഇരട്ടിക്കുമെന്ന് മാത്രമല്ല, ഇത് അൺലിമിറ്റഡ് ആയി ലഭിക്കുകയും ചെയ്യുന്നതാണ്. സാധാരണ പോളിസികളിൽ ഇത് 5 ഇരട്ടി വരെ അല്ലെങ്കിൽ 10 ഇരട്ടി വരെയൊക്കെയാണ് കാണാറുള്ളത്. എന്നാൽ ഇവിടെ ഇത് ഇൻഫിനിറ്റ് ആണ്. രണ്ടാമത്തെ USP എന്ന് പറയുന്നത് ഇൻബിൽറ്റ് സിബിൽ ഡിസ്കൗണ്ട് ആണ്. നിങ്ങൾക്ക് മികച്ച സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയത്തിൽ 15% വരെ ഇളവ് ഈ പോളിസിയിലൂടെ ലഭിക്കുന്നതാണ്. മൂന്നാമത്തെ USP ആണ് ഇൻഫിനിറ്റ് കെയർ. ഇതിൻ പ്രകാരം നിങ്ങൾ എത്ര ലക്ഷം രൂപയുടെ പോളിസിയാണ് എടുത്തത് എന്ന് നോക്കാതെ എത്ര ലക്ഷം രൂപയുടെ ക്ലെയിം വന്നാലും ആ തുക നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സ്കീമാണ്. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുത്ത വ്യക്തിക്ക് 80 ലക്ഷം രൂപയുടെ ഒരു ക്ലെയിം വന്നു എന്ന് കരുതുക. കമ്പനി യാതൊരുവിധ കട്ടിങ്ങും ഇല്ലാതെ 80 ലക്ഷം രൂപയും ആ കസ്റ്റമർക്ക് നൽകുന്നതാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒരിക്കൽ മാത്രമാണ് ഉപയോഗപ്പെടുത്താൻ കഴിയുകയുള്ളൂ. നാലാമത്തെ USP ആണ് ഇൻഫ്ലേഷൻ പ്രൊട്ടക്ഷൻ. ഇതിൻ പ്രകാരം ഇൻഫ്ലേഷൻ അനുസരിച്ച് നിങ്ങളുടെ സം ഇൻഷുർഡും ഉയരുന്നതാണ്. മണിപ്പാൽ സിഗ്ന സർവ പ്ലാനിന്റെ പ്രധാനപ്പെട്ട USP എന്ന് പറയുന്നത് അനന്ത് കവർ ആണ്. ഇതിൻ പ്രകാരം ഏതെങ്കിലും ക്രിട്ടിക്കൽ ഇൽനെസ് പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അനന്തമായ സം ഇൻഷുർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ USP എന്ന് പറയുന്നത് തൽക്കാൽ ബെനിഫിറ്റ് ആണ്. ഇതിൻ പ്രകാരം കവറേജ് നിങ്ങൾക്ക് ഡേ 1 മുതൽ ലഭിക്കുന്നതാണ്. മൂന്നാമത്തേതാണ് ഗുല്ലക് ബെനിഫിറ്റ്. ഇതിൻ പ്രകാരം നിങ്ങളുടെ സം ഇൻഷുർഡ് 10 ഇരട്ടി വരെ ഉയരുന്നതാണ്. ഇവിടെ ഞാൻ പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ വിശദമായി നമുക്ക് മനസ്സിലാക്കാം. ഇതിനായി പോകാം സ്ക്രീനിലേക്ക്. ആദ്യം നമുക്ക് രണ്ട് പ്ലാനിലെയും റൂം എലിജിബിലിറ്റി നോക്കാം. രണ്ട് പ്ലാനിലും സിംഗിൾ പ്രൈവറ്റ് AC റൂമാണ് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നത്. എന്നാൽ രണ്ട് പ്ലാനിലും നിങ്ങളുടെ റൂം നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ റൂം ഫെസിലിറ്റി കുറയ്ക്കുകയോ ഉയർത്തുകയോ ചെയ്യാം. ഇതിനനുസരിച്ച് പ്രീമിയത്തിലും വ്യത്യാസം വരുന്നതാണ്. അടുത്തതായി നമുക്ക് എൻട്രി ഏജ് നോക്കാം. ICICI എലിവേറ്റ് പ്ലാനിൽ 18 വയസ്സ് മുതലുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പരമാവധി പ്രായം പറയുന്നില്ല. 91 ദിവസം മുതൽ 30 വയസ്സുവരെയുള്ളവരെ കുട്ടികളായി പരിഗണിക്കുന്നതാണ്. അതുപോലെ തന്നെ മണിപ്പാൽ സിഗ്ന സർവ പ്ലാനിലും 18 വയസ്സ് മുതലുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പരമാവധി പ്രായം ഇവിടെയും പറയുന്നില്ല. 91 ദിവസം മുതൽ 30 വയസ്സുവരെയുള്ളവരെ ഇവിടെയും കുട്ടികളായി പരിഗണിക്കുന്നതാണ്. രണ്ട് പോളിസികളുടെയും സം ഇൻഷുർഡ് നമുക്കൊന്ന് പരിശോധിക്കാം. എലിവേറ്റ് പ്ലാനിൽ 5 ലക്ഷം രൂപ മുതൽ പോളിസി എടുക്കാവുന്നതാണ്. എന്നാൽ ഈ പ്ലാനിൽ എത്ര രൂപ എന്നുള്ള പരിധിയില്ല, അതായത് അൺലിമിറ്റഡ് ആണ് ലഭിക്കുന്നത്. മണിപ്പാൽ സിഗ്ന സർവ പ്ലാനിൽ 5 ലക്ഷം രൂപ മുതൽ 3 കോടി രൂപ വരെയാണ് സം ഇൻഷുർഡ് വരുന്നത്. രണ്ട് പോളിസികളുടെയും പ്രീമിയം 1 വർഷം, 2 വർഷം, 3 വർഷം എന്നീ കാലാവധിയിലേക്ക് അടയ്ക്കാവുന്നതാണ്. 2 വർഷത്തെയും 3 വർഷത്തെയും പ്രീമിയം ഒരുമിച്ചടച്ചാൽ രണ്ട് പോളിസിയിലും ലോങ് ടേം ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് ഈ പ്ലാനുകളിൽ ലഭിക്കുന്ന ബോണസ് ഒന്ന് പരിശോധിക്കാം. എലിവേറ്റ് പ്ലാനിൽ 20% ബോണസ് പെർ ഇയർ ലഭിക്കുന്നത്. പരമാവധി 100% വരെ ഇത്തരത്തിൽ ലഭിക്കുന്നതാണ്. മണിപ്പാൽ സിഗ്ന സർവ പ്ലാനിൽ ഇതൊരു റൈഡറായി തിരഞ്ഞെടുക്കാവുന്നതാണ്. അടുത്തതാണ് ഡേ കെയർ ട്രീറ്റ്മെന്റ്. രണ്ട് പോളിസികളിലും ഡേ കെയർ ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതാണ്. കവേർഡ് അപ് ടു സം ഇൻഷുർഡ് ആണ് ലഭിക്കുന്നത്. അടുത്തതാണ് ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ. ഇതും രണ്ട് പോളിസിയിലും ലഭിക്കുന്നതാണ്. കവേർഡ് അപ് ടു സം ഇൻഷുർഡ് ലഭിക്കുന്നതാണ്. അടുത്തതാണ് ആയുഷ്. ആയുഷും രണ്ട് പോളിസിയിലും ലഭിക്കുന്നതാണ്. കവേർഡ് അപ് ടു സം ഇൻഷുർഡ് ലഭിക്കുന്നതാണ്. ആയുഷ് എന്നാൽ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ എന്നിവയാണ്. അടുത്തതാണ് റീഫിൽ ബെനിഫിറ്റ് അഥവാ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ്.
ICICI എലിവേറ്റ് പ്ലാനിൽ അൺലിമിറ്റഡ് ടൈംസ് റീഫിൽ ബെനിഫിറ്റ് ലഭ്യമാണ്. മണിപ്പാൽ സിഗ്ന ഉത്തം പ്ലാനിൽ ഇതൊരു റൈഡറായി തിരഞ്ഞെടുക്കാവുന്നതാണ്. പരം പ്ലാനിൽ 100% സം ഇൻഷുർഡ് ലഭിക്കുന്നതാണ്. ഇത് റിലേറ്റഡ് ആൻഡ് അൺറിലേറ്റഡ് ആയ രോഗങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് എമർജൻസി റോഡ് ആംബുലൻസ് നോക്കാം. 2 പോളിസികളിലും കവേർഡ് അപ് ടു സം ഇൻഷുർഡ് ലഭിക്കുന്നതാണ്. അടുത്തതാണ് എമർജൻസി എയർ ആംബുലൻസ്. ഇത് 2 പോളിസികളിലും ഒരു റൈഡറായി നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അടുത്തതാണ് കോംപ്ലിമെന്ററി വെൽനസ് ടെസ്റ്റ്. എലിവേറ്റഡ് പ്ലാനിൽ ഇതൊരു റൈഡറായി തിരഞ്ഞെടുക്കാവുന്നതാണ്. മണിപ്പാൽ സിഗ്ന ഉത്തം പ്ലാനിലും ഇതൊരു റൈഡറായി തിരഞ്ഞെടുക്കാവുന്നതാണ്. എന്നാൽ പരം പ്ലാനിൽ ഇത് ഇൻബിൽറ്റ് ആണ്. വർഷത്തിലൊരിക്കൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതാണ് വെൽനസ് ബെനിഫിറ്റ്. ICICI എലിവേറ്റ് പ്ലാനിൽ 30% വരെ വെൽനസ് ബെനിഫിറ്റ് ലഭിക്കുന്നതാണ്. മണിപ്പാൽ സിഗ്ന സർവ പ്ലാനിൽ 20% വരെ വെൽനസ് ബെനിഫിറ്റ് ലഭിക്കുന്നതാണ്. ഇതിനായി വെൽത്തി ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് 2 പോളിസികളുടെയും പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ നോക്കാം. 2 പോളിസിയുടെയും പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്നത് 90 ദിവസവും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്നത് 180 ദിവസവുമാണ്. പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്നത് നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള 90 ദിവസത്തെ ബില്ലുകൾക്ക് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയതിനു ശേഷമുള്ള 180 ദിവസത്തെ ബില്ലുകൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതാണ് ഈ കൺസൾട്ടേഷൻ. എലിവേറ്റ് പ്ലാനിൽ ഇതൊരു റൈഡറായി തിരഞ്ഞെടുക്കാവുന്നതാണ്. സർവ പ്ലാനിൽ അൺലിമിറ്റഡ് ഈ കൺസൾട്ടേഷൻ ഇൻബിൽറ്റായി ലഭിക്കുന്നതാണ്. അടുത്തതാണ് കൺസ്യൂമബിൾസ് കവർ. 2 പ്ലാനിലും കൺസ്യൂമബിൾസ് റൈഡറായി തിരഞ്ഞെടുക്കാവുന്നതാണ്. അടുത്തതാണ് മോഡേൺ ട്രീറ്റ്മെന്റ്. 2 പ്ലാനിലും മോഡേൺ ട്രീറ്റ്മെന്റ് കവർ ചെയ്യുന്നതാണ്. റോബോട്ടിക് സർജറിയും 2 പ്ലാനിലും ലഭിക്കുന്നതാണ്. അടുത്തതാണ് OPD കവർ. എലിവേറ്റ് പ്ലാനിൽ ഇതൊരു റൈഡറായി തിരഞ്ഞെടുക്കാവുന്നതാണ്. സർവ പ്ലാനിൽ ഇത് ലഭ്യമല്ല. അടുത്തതാണ് ഡിഡക്റ്റബിൾ. എലിവേറ്റ് പ്ലാനിൽ ഡിഡക്റ്റബിൾ ഓപ്ഷൻ ലഭ്യമല്ല. എന്നാൽ മണിപ്പാൽ സിഗ്ന സർവ പ്ലാനിൽ ഇതൊരു റൈഡറായി തിരഞ്ഞെടുക്കാവുന്നതാണ്. എന്നാൽ ഇതിന് പകരമായി എലിവേറ്റ് പ്ലാനിൽ വേണമെങ്കിൽ കോ പേയ്മെന്റ് ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അടുത്തതാണ് മെറ്റേണിറ്റി. എലിവേറ്റ് പ്ലാനിൽ മെറ്റേണിറ്റി എക്സ്പെൻസ് ഒരു റൈഡറായി തിരഞ്ഞെടുക്കാവുന്നതാണ്. ന്യൂബോൺ ബേബി കവറും ഇതോടൊപ്പം ലഭിക്കുന്നതാണ്. മണിപ്പാൽ സിഗ്ന ഉത്തം പ്ലാനിൽ മെറ്റേണിറ്റി കവറേജും ന്യൂബോൺ ബേബി കവറേജും റൈഡറായി തിരഞ്ഞെടുക്കാവുന്നതാണ്. സം ഇൻഷുർഡിന്റെ 20% അല്ലെങ്കിൽ പരമാവധി 5 ലക്ഷം രൂപ വരെ ഇത്തരത്തിൽ ലഭിക്കുന്നതാണ്. മണിപ്പാൽ സിഗ്ന പരം പ്ലാനിൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് ലഭ്യമല്ല. ഗ്ലോബൽ കവറേജ് 2 പ്ലാനിനും ലഭ്യമല്ല. നിങ്ങളുടെ മറുപടിയിലൂടെ മാത്രമേ ഫ്യൂച്ചർ വീഡിയോസ് മെച്ചപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്ലിയർ എന്നോ അല്ലെങ്കിൽ എളുപ്പത്തിന് C എന്നോ ഒരു കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ നോട്ട് ക്ലിയർ എന്നോ എളുപ്പത്തിന് NC എന്നോ ഒരു കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഗത്തിൻ്റെ ടൈം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് വിശദീകരിച്ചുകൊണ്ടുള്ള കമൻറ്റ് ഞാൻ ഉടനെ തന്നെ ഇട്ടു തരുന്നതാണ്. ഇനി നമുക്ക് 2 പ്ലാനുകളുടെയും വെയിറ്റിംഗ് പീരീഡുകളൊന്ന് നോക്കാം. സാധാരണ എല്ലാ പോളിസിയും പോലെ ആദ്യത്തെ 30 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും അസുഖങ്ങൾക്ക് കവറേജ് ലഭിച്ചു തുടങ്ങുന്നത്. എന്നാൽ ആക്സിഡന്റിന് ഡേ 1 മുതൽ കവറേജ് ലഭിക്കുന്നതാണ്. അടുത്തതാണ് സ്പെസിഫൈഡ് ഇൽനസ് വെയിറ്റിംഗ് പീരീഡ്. എലിവേറ്റ് പ്ലാനിൽ 2 വർഷമാണ് സ്പെസിഫൈഡ് ഇൽനസിന് വരുന്ന വെയിറ്റിംഗ് പീരീഡ്. അതുപോലെ തന്നെ ഉത്തം പ്ലാനിലും 2 വർഷമാണ് സ്പെസിഫൈഡ് ഇൽനസിന് വരുന്ന വെയിറ്റിംഗ് പീരീഡ്. പരം പ്ലാനിൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കുന്നതല്ല. അടുത്തതാണ് PED അഥവാ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ്. നിലവിലെ നിങ്ങളുടെ രോഗങ്ങൾക്ക് എലിവേറ്റ് പ്ലാനിലും ഉത്തം പ്ലാനിലും 3 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ്. പരം പ്ലാനിൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കുന്നതല്ല. ഇനി നമുക്ക് ഈ പ്ലാനുകളിലെ റൈഡേഴ്സ് ഒന്ന് നോക്കാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഈ പ്ലാനുകളെ രണ്ടും മനോഹരമാകുന്നത് റൈഡേഴ്സ് ആണെന്ന്. എലിവേറ്റ് പ്ലാനിൽ 18ഓളം റൈഡേഴ്സ് ലഭ്യമാണ്. ഉത്തം പ്ലാനിൽ 13ഓളം റൈഡേഴ്സ് ലഭ്യമാണ്. പരം പ്ലാനിൽ 8ഓളം റൈഡേഴ്സും ലഭ്യമാണ്. ഇവയെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി മനസ്സിലാക്കണമെങ്കിൽ ഇൻഡിവിജ്വൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. എലിവേറ്റ് പ്ലാനിൽ പ്രധാനമായും 18 റൈഡേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നുവല്ലോ. അവ ഏതെല്ലാം എന്ന് ഞാനൊന്ന് പറയാം. ഒന്നാമത്തേത് ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെന്റ്, രണ്ടാമത്തേത് ഡിപ്പെൻഡന്റ് അക്കോമഡേഷൻ ബെനിഫിറ്റ്, മൂന്നാമത്തേത് ആനുവൽ ഹെൽത്ത് ചെക്കപ്പ്, നാലാമത്തേത് ക്ലെയിം പ്രൊട്ടക്ടർ, അഞ്ചാമത്തേത് പവർ ബൂസ്റ്റർ, ആറാമത്തേത് ഇൻഫൈനൈറ്റ് കെയർ, ഏഴാമത്തേത് ഡൊമസ്റ്റിക് എയർ ആംബുലൻസ് കവർ, എട്ടാമത്തേത് നെറ്റ്വർക്ക് അഡ്വാൻറ്റേജ്, ഒമ്പതാമത്തേത് നഴ്സിംഗ് അറ്റ് ഹോം, പത്താമത്തേത് കമ്പാഷണേറ്റ് വിസിറ്റ്, 11ആമത്തേത് ഇൻഫ്ലേഷൻ പ്രൊട്ടക്ടർ, 12ആമത്തേത് കൺവലസൻസ് എക്സ്പെൻസ്, 13ആമത്തേത് ക്രിട്ടിക്കൽ ഇൽനസ് കവർ, 14ആമത്തേത് പേഴ്സണൽ ആക്സിഡന്റ്, 15ആമത്തേത് ജെം സ്റ്റാർട്ട്, 16ആമത്തേത് റൂം മോഡിഫയർ, 17ആമത്തേത് കോ പേയ്മെന്റ്, 18ആമത്തേത് ബി ഫിറ്റ് അഥവാ OPD എന്നിവയാണ്. ഇനി നമുക്ക് ഉത്തം പ്ലാനിലെ റൈഡേഴ്സ് ഒന്ന് നോക്കാം.
ഉത്തം പ്ലാനിലെ ഒന്നാമത്തെ റൈഡർ എന്ന് പറയുന്നത് ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ആണ്. രണ്ടാമത്തേത് അനന്ത് കവർ ആണ്, അതായത് ഇൻഫിനിറ്റ് കവർ ഫോർ ലിസ്റ്റഡ് ഇല്ലസ്. മൂന്നാമത്തേത് മെറ്റേണിറ്റി ആൻഡ് ന്യൂബോൺ ബേബി ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആണ്. നാലാമത്തേത് റീസ്റ്റോറേഷൻ ഓഫ് സം ഇൻഷുർഡ്. അഞ്ചാമത്തേത് ഗുല്ല കവറാണ്. ആറാമത്തേത് സാരഥി ബെനിഫിറ്റ് ആണ്. ഏഴാമത്തേത് സർപ്ലസ് ബെനിഫിറ്റ് ആണ്. എട്ടാമത്തേത് പേഴ്സണൽ ആക്സിഡന്റ് കവറാണ്. ഒമ്പതാമത്തേത് കവറേജ് ഫോർ നോൺ മെഡിക്കൽ എക്സ്പെൻസ് ആണ്. പത്താമത്തേത് എയർ ആംബുലൻസ് കവറേജ് ആണ്. 11ാമത്തേത് റൂം റെന്റ് മോഡിഫിക്കേഷൻ ആണ്. 12ാമത്തേത് വോൾണ്ടറി കോപേയ്മെന്റ് ആണ്. 13ാമത്തേത് ഡിഡക്റ്റബിൾസ് ആണ്. ഇനി നമുക്ക് പരം പ്ലാനിലെ റൈഡേഴ്സ് ഏതെല്ലാം എന്ന് നോക്കാം. പരം പ്ലാനിലെ ഒന്നാമത്തെ റൈഡർ എന്ന് പറയുന്നത് പ്രതീക്ഷയാണ്. രണ്ടാമത്തെ റൈഡർ സർപ്ലസ് ബെനിഫിറ്റ് ആണ്. മൂന്നാമത്തേത് പേഴ്സണൽ ആക്സിഡന്റ് കവറാണ്. നാലാമത്തേത് കവറേജ് ഫോർ നോൺ മെഡിക്കൽ എക്സ്പെൻസ് ആണ്. അഞ്ചാമത്തേത് എയർ ആംബുലൻസ് ആണ്. ആറാമത്തേത് റൂം റെന്റ് മോഡിഫിക്കേഷൻ ആണ്. ഏഴാമത്തേത് വോൾണ്ടറി കോപേയ്മെന്റ് ആണ്. എട്ടാമത്തേത് ഡിഡക്റ്റബിൾ. ഇവയെക്കുറിച്ചെല്ലാം വിശദമായി തന്നെ അതാതിൻ്റെ ഇൻഡിവിജ്വൽ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് സമയം വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതിയാണ് ഇതെല്ലാം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും റൈഡറിനെ കുറിച്ച് കൂടുതലായി അറിയണമെങ്കിൽ ഇൻഡിവിജ്വൽ വീഡിയോ കാണാവുന്നതാണ്. ഇനി നമുക്ക് പ്രീമിയത്തിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, പ്രീമിയം എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഓരോരുത്തരുടെ പ്രായത്തിനനുസരിച്ച് പ്രീമിയത്തിൽ വ്യത്യാസം വരും. ഇവിടെ ഞാൻ എലവേറ്റ് പ്ലാനിന്റെയും ഉത്തം പ്ലാനിന്റെയും പരം പ്ലാനിന്റെയും 31 വയസ്സുള്ള ഒരാളുടെയും ഭാര്യയും കുട്ടിയും കൂടി ഒരു പോളിസി എടുത്താലുള്ള പ്രീമിയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീമിയം അറിയണമെങ്കിൽ 9495530858 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പലരും വീഡിയോ കണ്ടതിന് ശേഷം ചിലപ്പോൾ കമന്റായി രേഖപ്പെടുത്താറുണ്ട് പ്രീമിയം ചാർട്ട് ഉൾപ്പെടുത്തിയില്ല എന്ന്. ഞാൻ പല വീഡിയോയിലും ഇത് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം പഴയ പോളിസികൾ പോലെയല്ല ഇപ്പോഴത്തെ പല പോളിസികളിലും കണ്ടമാനം റൈഡേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രീമിയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ചാർട്ട് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രായോഗിക ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീമിയം കറക്റ്റായിട്ട് അറിയണമെങ്കിൽ വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞത്. ഇതോടൊപ്പം അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് എക്സ്ക്ലൂഷൻസ്. സാധാരണ കണ്ടുവരാറുള്ള എക്സ്ക്ലൂഷനാണ് സർക്കംസിഷൻ, സൂയിസൈഡ് അറ്റംപ്റ്റ്, അൺപ്രൂവൻ ട്രീറ്റ്മെന്റ്, കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ്, കൺജനീറ്റൽ എക്സ്റ്റേണൽ ഡിസീസ്, ആൽക്കഹോളിസം, ഡ്രഗ്സ്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, ഇന്റേണൽ സെൽഫ് ഇഞ്ചുറി, കോണ്ടാക്ട് ലെൻസ്, ഹിയറിംഗ് എയ്ഡ്സ്, ബ്യൂട്ടി ട്രീറ്റ്മെന്റ്, പ്ലാസ്റ്റിക് സർജറി, ഡേഞ്ചർ സ്പോർട്സ് തുടങ്ങിയവയൊക്കെ. ഓരോ കമ്പനിക്ക് അനുസരിച്ച് ഇവയിൽ ചെറിയ മാറ്റങ്ങളും ഉണ്ടാവും. കൂടുതൽ അറിയാനായി നിങ്ങൾ പോളിസികളുടെ ഓർഡിങ്സ് നോക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തേത്, നിങ്ങൾ ആശുപത്രിയിൽ മിനിമം 24 മണിക്കൂറെങ്കിലും അഡ്മിറ്റ് ആയാൽ മാത്രമേ ക്ലെയിം ലഭിക്കുകയുള്ളൂ. അഡ്മിറ്റ് ആയാൽ മാത്രം പോരാ, അവിടെ ഒരു ചികിത്സയും നടന്നിരിക്കണം. ഡേ കെയറിന് ഇത് ബാധകമല്ല. രണ്ടാമത്തേത്, നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ക്ലെയിം രജിസ്റ്റർ ചെയ്തിരിക്കണം. ഹെൽത്ത് ഇൻഷുറൻസിൽ കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതാണ്. ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചേക്കാം. ഈ പോളിസിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയാമെങ്കിൽ, ഏതെങ്കിലും പോയിന്റ് ആഡ് ചെയ്യണമെങ്കിലോ തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്നതിനോ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. എന്നാൽ അത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. നിങ്ങൾ ഏത് പോളിസിയും എടുക്കുന്നതിന് മുമ്പായി അതിന്റെ ബ്രോഷറും വോർഡിങ്സും വായിച്ചിരിക്കുന്നത് ഉത്തമമായിരിക്കും. സമയക്കുറവ് മൂലം വീഡിയോയിൽ എല്ലാ പോയിന്റും പൂർണ്ണമായി വിശദമാക്കിയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഏതെല്ലാം രോഗങ്ങളാണ് സ്പെസിഫൈഡ് ഇൽനെസ്സിൽ വരുന്നതെന്നും ഏതെല്ലാമാണ് എക്സ്ക്ലൂഷൻ എന്നും മനസ്സിലാക്കിയിരിക്കുക. കൂടാതെ പോളിസിയുടെ വെയിറ്റിംഗ് പീരീഡ്, സബ് ലിമിറ്റ്, കോ പേയ്മെന്റ് എന്നിവയും അറിഞ്ഞിരിക്കണം. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായി അറിയണമെങ്കിൽ മുൻപ് ഇതേക്കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐകാർഡിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. എപ്പോഴെങ്കിലും ക്ലെയിം നിരസിക്കുന്ന സമയത്ത് ഇതേക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്നും എനിക്കാരും ഒന്നും പറഞ്ഞു തന്നില്ലായിരുന്നു എന്നും പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് യൂട്യൂബിലൂടെയാണെങ്കിൽ ഫൈനാൻഷ്യൽ സർവ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണെങ്കിൽ ഫൈനാൻഷ്യൽ സർവ് എന്ന പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഫൈനാൻഷ്യൽ സർവിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് പ്രോഡക്റ്റുകളുടെ ബ്രോഷർ, ഓർഡിങ്സ്, പ്രീമിയം ചാർട്ട് എന്നിവ ആവശ്യമുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സർവിൻ്റെ വാട്സ്ആപ്പ്, ടെലഗ്രാം ചാനലുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ സൈൻ ഓഫ് ബിജോ. ഹാവ് എ നൈസ് ഡേ.